എണ്ണമറ്റ രാജ്യങ്ങളുള്ള ഒരു ലോകം. ആ രാജ്യങ്ങളിലൊക്കെ വിവിധങ്ങളായ പ്രവിശ്യകൾ, സംസ്ഥാനങ്ങൾ, ചിലർ പ്രോവിൻസുകൾ എന്ന് വിശേഷിപ്പിക്കുന്നു. ആ പ്രോവിൻസുകൾക്കെല്ലാം അവരുടേതായ നിയമനിർമ്മാണ സഭകൾ, ചെറിയ രൂപത്തിലുള്ള പാർലമെൻറ്റുകളുള്ള കൊച്ചു രാജ്യങ്ങൾ. അങ്ങനെ വളരെ വിശാലമായ ഒരു ലോക ജനാധിപത്യ സമ്പ്രദായമുണ്ട്. പക്ഷേ ആ ലോക ജനാധിപത്യ സമ്പ്രദായത്തിൻ്റെ നെറുകയിലും നടുവിലും ഒരു വലിയ പതാക ഉയർത്തിക്കാട്ടുന്ന വാക്കിൻ്റെ പേരാണ് കേരളം. ആ പതാകയുടെ, ആ വാക്കിൻ്റെ വെളിച്ചവും തെളിച്ചവും വിശ്വമാനവന് അതിർവരമ്പുകളില്ലാതെ ഭാഷയുടെ, ജാതിയുടെ, മതത്തിൻ്റെ, വർണ്ണത്തിൻ്റെ, വംശത്തിൻ്റെ അതിർവരമ്പുകളില്ലാതെ ഏറ്റവും പ്രകാശമാനമാക്കുന്ന മഹത്തായ വസ്തുതകളിൽ, ചന്തങ്ങളിൽ വിലപ്പെട്ടത് ഇതുതന്നെ. കേരള നിയമസഭ ലോകത്തിൻ്റെ നെറുകയിലേക്ക് ഉയർത്തിക്കാണിക്കുന്ന അത്യുജ്വലമായ എല്ലാ മനുഷ്യരെയും അറിവെന്ന അഗ്നിയുടെ ചുറ്റും ഒരുമിച്ചിരുത്തുന്ന ഈ അന്താരാഷ്ട്ര പുസ്തകോത്സവം മറ്റ് രാജ്യങ്ങളുടെ, മറ്റ് സമൂഹങ്ങളുടെ നടുവിൽ കേരളം എന്ന വാക്കിൻ്റെ പൊലിമയും വെളിച്ചവും ഏറെ വർദ്ധിപ്പിക്കുന്നു. കേരള നിയമസഭയ്ക്ക് വിശിഷ്യ ഈ പുസ്തകോത്സവത്തിന് കൃത്യമായ സാരഥ്യം വഹിക്കുന്ന ആദരണീയനായ സ്പീക്കറിനെ ഏറെ ആഹ്ലാദത്തോടെ ആദരിക്കുകയും ഈ സദസ്സിൻ്റെയും ഞങ്ങളുടെയും അഭിനന്ദനം ആദ്യം അറിയിക്കുകയും ചെയ്യുന്നു. മനുഷ്യൻ ചാൾസ് ഡാർവിൻ്റെ സിദ്ധാന്തമനുസരിച്ച് പരിണമിച്ചെത്തിയ രൂപത്തിലേക്കെത്തി എന്നത് പ്രകൃതി കൊണ്ടോ മനുഷ്യ ശരീരം കൊണ്ടോ മാത്രം. സത്യത്തിൽ ആദ്യത്തെ മനുഷ്യൻ ജനിച്ചത് ഹോമോ ഇറക്റ്റസിൽ നിന്നും ഹോമോ സാപ്പിയൻ ഉണ്ടായപ്പോഴൊന്നും അല്ല എന്ന് പലരും പറഞ്ഞു. ലോകത്തിലെ ആദ്യത്തെ മനുഷ്യൻ ജനിച്ചത് വാലുപോയി വാനരൻ നരനായപ്പോഴല്ല. നമ്മളെയൊക്കെ പോലെ മനുഷ്യന്റെ രൂപം അവന് സിദ്ധിച്ചപ്പോഴുമല്ല. The first man in the world was born on the day when the first book was written. ഈ പ്രപഞ്ചത്തിൻ്റെ ചരിത്രത്തിലെ ആദ്യത്തെ പുസ്തകം എഴുതപ്പെട്ട നിമിഷത്തിൽ മാത്രമാണ് ഈ ലോകത്തിലെ ആദ്യത്തെ മനുഷ്യൻ ജനിച്ചത് എന്ന വിജ്ഞാന പ്രമാണത്തെ അധികരിച്ചുകൊണ്ട് ഈ പുസ്തകോത്സവത്തിൽ പങ്കെടുക്കാനെത്തിയ തിരുവനന്തപുരം നഗരത്തിലെ ഈ നിയമസഭാ ഹാളിലേക്ക് എത്തിച്ചേർന്ന എല്ലാ മനുഷ്യരെയും നിങ്ങളുടെ കൈകളുടെ സംഗീതം പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നു ഈണം എന്ന ഈ കലാരാവിൽ അശ്വമേധത്തിലേക്ക്. അശ്വമേധം ഈ ദിവസം ഈ രണ്ടാം വരവിൽ തുറന്ന വേദിയിലേക്ക് ആദ്യമായി എത്തുന്നത് ഈ പുസ്തകോത്സവത്തിൻ്റെ ഭാഗമായാണ്. അപ്പോൾ സ്വാഭാവികമായും ഇതിനൊരു ജൂറി വേണം. ശ്രീ ജോ ആൻ്റണിയാണ് അശ്വമേധത്തിൻ്റെ നിലവിലെ ജൂറി അംഗം. ശ്രീ ജോ ആൻ്റണി, താങ്കൾക്ക് കടന്നു വരാം. അറിവ് ലോകത്തിലെ ഏറ്റവും വലിയ കലയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ കുറച്ച് ആളുകൾ നമുക്ക് വേദിയിലേക്ക് വരാം. പറച്ചിലും കളിയും ഒക്കെ ഒരുമിച്ച് നടക്കും. ഇവിടെ നിയമസഭയിലെ ഉദ്യോഗസ്ഥർ ഒരുപാട് പേരുണ്ട് അല്ലേ? കേരളത്തിലെ ഏറ്റവും മികച്ച ക്വിസാർട്ട് നിയമസഭാ ജീവനക്കാരനാണ്. ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ക്വിസ് മത്സരങ്ങളിൽ 1ാം സമ്മാനം നേടുന്ന ആൾ നമ്മുടെ നിയമസഭയിലെ ഉദ്യോഗസ്ഥനാണ് കേട്ടോ സർ. അദ്ദേഹം ഉണ്ട് എങ്കിൽ അദ്ദേഹത്തിന് ആയിരിക്കും ഏറ്റവും ആദ്യം ഈ ദിവസം ഇവിടെ വരാനുള്ള സന്തോഷം അദ്ദേഹം വരുന്നതിലായിരിക്കും. ശാന്തകുമാർ ഉണ്ടോ അവിടെ? ഇല്ല, ഉണ്ട്. വരൂ വരൂ വരൂ. അത് ശാന്തകുമാർ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങളിൽ ജയിക്കുന്ന ക്വിസാർഡാണ്. സ്പീക്കറിൻ്റെ പ്രത്യേക ശ്രദ്ധയിലേക്ക് അദ്ദേഹത്തെ പരിചയപ്പെടുത്താം. അങ്ങയുടെ നാട്ടിൽ വെച്ച് നടത്തിയ മത്സരങ്ങളിൽ പോലും സംസ്ഥാന തലത്തിൽ എപ്പോഴും ജയിക്കുന്നത് ഇദ്ദേഹമാണ്. പിന്നെ ശാന്തകുമാറൊക്കെ ഉണ്ടെങ്കിൽ ആളുകൾ മത്സരിക്കാൻ പോവില്ല എന്നുള്ളതായി ക്യാഷ് അവാർഡുള്ള പരിപാടിക്ക്. അപ്പോൾ ഈ നിയമസഭയിലേക്ക് വന്നതുകൊണ്ട് മറ്റുള്ളവർക്കൊരു ആശ്വാസമുണ്ട്. ഈ ജോലി തിരക്കിൽ ഇവിടെ ഒതുങ്ങി ഇരുന്നോളും എന്നുള്ളത് കൊണ്ട്. ശാന്തകുമാർ, അശ്വമേധത്തിലേക്ക് സ്വാഗതം. നിയമസഭയിലെ ജീവനക്കാരിൽ മറ്റാരുടെങ്കിലും ഒക്കെ പേരുകൾ സജസ്റ്റ് ചെയ്യാനുണ്ടോ? ആരെ? ശ്രീവിദ്യ ഉണ്ടോ? ശ്രീവിദ്യ, നമസ്കാരം. എന്താണ്
എപ്പോ വന്നു നെന്മാറേന്ന്? ദാ അങ്ങോട്ടൊന്നു പോയി. പിന്നെ ഞാനേ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ പോയപ്പോൾ അദ്ദേഹം എനിക്കൊരു വലിയ നെല്ലിൻ കൊല തന്നു. അന്നേ ഞാൻ വിചാരിച്ചതാ നോക്കി വെച്ചിരിക്കുകയാണ്. സർ പുസ്തക ഉത്സവം കാണാൻ വന്നതാണോ? എവിടെയാ സ്ഥലം? വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം. ഇയാളോ? രണ്ട് ടീച്ചർ പോയിക്കോ. നമസ്കാരം. ഇവിടെ ഇരിക്കുകയായിരുന്നു അമ്മ. പേരെന്തായിരുന്നു? ഇഷ്ടമുള്ള ആരെങ്കിലും വിചാരിച്ചോ? ഭർത്താവിൻ്റെ പേര് വിചാരിക്കണ്ട. ചെന്നോ. ഇയാളുടെ പേരെന്താ? മുകുന്ദ്. മുകുന്ദ്. വാ, ഓടി വാ. വാ, അമ്മ കൂടെ വാ. ശരി. അപ്പോ ശ്രീ ശാന്തകുമാർ, വെൽക്കം. ആദ്യത്തെ 10 ചോദ്യങ്ങൾക്ക് അശ്വമേധത്തിൽ ഞങ്ങൾ പറയാറുള്ളത് യാഗം എന്ന. ഈ സദസ്സിന്റെ കൈകൾ യാഗത്തിന്റെ സംഗീതം പകരുമെന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ കൈകളുടെ സംഗീതം പ്രതീക്ഷിച്ച് യാഗം. അങ്ങ് വിചാരിച്ചത് ഒരു പുരുഷൻ? അതെ. അതെ. ജീവിച്ചിരിപ്പുണ്ട്? ഇല്ല. ഇല്ല. ഇന്ത്യൻ? അതെ. മലയാളി? അതെ. 1950 ശേഷം മരണം? അതെ. 2000 ശേഷം? അല്ല. സാഹിത്യമാണോ പ്രധാന മേഖല? അല്ല. അല്ല. രാഷ്ട്രീയം, കല, ഇതിലൊന്നാണോ എന്നാണ്? രാഷ്ട്രീയമോ കലയോ ആണോ? അതിലൊന്നാണ്. അതിലൊന്നാണ്. രാഷ്ട്രീയം? അതെ. 1950-നും 2000-നും ഇടയിൽ മരിച്ച മലയാളിയായ പുരുഷനായ, രാഷ്ട്രീയമാണ് പ്രധാന മേഖല എന്നുള്ള വ്യക്തിയാണ്. 10ാമത്തെ ചോദ്യം. തെക്കൻ കേരളം, തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ? അല്ല. 10 ചോദ്യങ്ങൾ. ഇനി 11 ചോദ്യങ്ങൾ മാത്രം. യജ്ഞം. സാധാരണഗതിയിലാണോ മരണമെന്ന് ഞാൻ ചോദിച്ചോ? ഇല്ല. സാധാരണഗതിയിലാണോ മരണം? നോർമൽ ഡെത്ത് ആണോ? നോർമൽ ഡെത്ത് ആണ്. 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 മന്ത്രി ആയിട്ടുണ്ടോ? ഇല്ല. MLA ആയിട്ടുണ്ടോ? അതെ. ഉണ്ട്. ഉണ്ട്. ഒരുപാട് പേരുണ്ട്. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായാണോ അദ്ദേഹം MLA ആയത്? ഭാഗമായിരുന്നു. അതൊരു വല്ലാത്ത സാധനമാണല്ലേ. ഇപ്പം എന്തോ കുഴപ്പമുണ്ട് അതിൽ. 1980 ശേഷം MLA ആയ ആളാണോ? അല്ല. ഓ. കണ്ണൂർ, കാസർഗോഡ്? അല്ല. അല്ല. 16 ചോദ്യങ്ങൾ. ഇനി 5 ചോദ്യങ്ങൾ. ഇക്കുറി അവർ കൈയടിക്കുന്നത് എനിക്ക് വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടി തന്നെ. രാജസൂയം. ആദ്യത്തെ നിയമസഭയിൽ അംഗമായിരുന്നോ? അതെ. ഇടതു പാർട്ടികളിലാണോ മത്സരിച്ചതെന്ന് ചോദിച്ചപ്പോൾ താങ്കളുടെ ഉത്തരം എന്ന് പറയാം എന്ന് തന്നെയായിരുന്നു. അല്ലേ? അല്ലേ? അതെ. പാലക്കാട് ജില്ല? പാലക്കാട് ജില്ല. എന്നാലും ഒന്ന് ഉറപ്പിച്ച് കളയാം. അദ്ദേഹം ജനിച്ചപ്പോഴും മരിച്ചപ്പോഴും, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ബാല്യത്തിലും അദ്ദേഹം മരിച്ചപ്പോഴും അദ്ദേഹത്തിന്റെ പേരൊന്നു തന്നെയായിരുന്നു? അല്ല. കേരളത്തിൽ ഇങ്ങനെ ഒരു പുസ്തകോത്സവം നടക്കുന്നതിന് ഒരു കാരണമേ ഉള്ളൂ. ഇത് നടന്നില്ലെങ്കിലാണ് അത്ഭുതം. കാരണം കേരളം എന്ന ഈ നാടുണ്ടായത് അറിഞ്ഞും അറിയിച്ചും വായിച്ചും, വായിക്കാൻ പ്രേരിപ്പിച്ചും ചിന്തിച്ചും പൊരുതിയും ഒക്കെ തന്നെയാണ്. ആ പൊരുതൽ പലതരത്തിലുണ്ട്. രാഷ്ട്രീയ പോരാട്ടങ്ങൾ മാത്രമല്ല ഞാനീ പറഞ്ഞത്. നവീകരണങ്ങൾ, നവോത്ഥാനങ്ങൾ ഒക്കെ സംഭവിച്ചത് അങ്ങനെയാണ്. ചില മനുഷ്യർ, കുറച്ചുപേർ മാത്രം പൊരുതാൻ തീരുമാനിച്ചാൽ ഒരു നാട് ഒന്നടങ്കം അതിൻ്റെ നിലനിന്നിരുന്ന ഏത് കാടൻ നിയമങ്ങളെയും താനെ അടിയറ വയ്ക്കുമെന്ന് കൽപ്പിച്ച ചരിത്രമാണ് കേരളത്തിൻ്റെത്. ഒന്നുകൂടി ഉറപ്പിച്ചു കളയാം അല്ലേ? ഒന്നുകൂടി ഉറപ്പിച്ചോട്ടെ.
താങ്കൾ വിചാരിച്ച വ്യക്തി 1957 ആദ്യ കേരള നിയമസഭയിലേക്ക് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും വിജയിക്കുകയും അദ്ദേഹം KPCCയിൽ അംഗമായിരുന്ന ആളാണ്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേരുകയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിളർപ്പിന് ശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനോടൊപ്പം നിലകൊള്ളുകയും, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആദ്യത്തെ നിയമസഭ കഴിഞ്ഞ് തുടർന്ന് രണ്ടാമത്തെ നിയമസഭാ ഇലക്ഷനിലും അദ്ദേഹം മത്സരിച്ച് ജയിക്കുകയും ചെയ്ത ആളാണോ? അതെ. അപ്പോൾ പറയാം, ആചാരങ്ങളെ നവോത്ഥാനത്തിലൂടെ അല്ലെങ്കിൽ കാടനാചാരങ്ങളെ നവോത്ഥാനത്തിലൂടെ എങ്ങനെയാണ് നാട് പരിഷ്കരിച്ചത് എന്നതിൻ്റെ ഉദാഹരണമാണ്. നിങ്ങൾക്കറിയാവുന്ന കൽപ്പാത്തിയിലെ രഥോത്സവം നിങ്ങൾക്കറിയാം. കൽപ്പാത്തിയിലെ തമിഴ് ബ്രാഹ്മണർ പ്രവേശിച്ചിരുന്ന അഗ്രഹാരങ്ങൾ നിറഞ്ഞ ആ വഴിയിലൂടെ സവർണരല്ലാത്തവർക്ക് വഴി നടക്കാൻ അനുവാദമില്ലാതിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അന്ന് അതുവഴി വഴി നടന്ന ഈഴവ സമുദായത്തിൽപ്പെട്ട കൃഷ്ണൻ അടക്കമുള്ള ചില ആളുകളെ അവർ ക്രൂരമായി തല്ലുകയും സവർണ സമുദായാംഗങ്ങൾ പിടിച്ചുകെട്ടി മർദ്ദിക്കുകയും ഒക്കെ ചെയ്തു. മർദ്ദിച്ചു കഴിഞ്ഞപ്പോൾ തങ്ങൾ എന്തായാലും വഴി നടക്കുമെന്ന് അവർ തീരുമാനിച്ചു. കൂട്ടത്തിൽ കല്യാണി എന്ന സ്ത്രീ അടക്കം ഉണ്ടായിരുന്നു. കൃഷ്ണൻ എന്നാണ് പേരെങ്കിലും അന്നത്തെ കാലമാണ്. സ്വന്തം പേര് പോലും കൃത്യമായി പറയാൻ അനുവാദമില്ലാതിരുന്നു സവർണരല്ലാത്തവർക്ക്. അതുകൊണ്ട് കൃഷ്ണൻ എന്ന പേര് സവർണനല്ലാത്തവനെ വിളിക്കില്ല എന്നതുകൊണ്ട് അവർ അയാളെ വിളിച്ചിരുന്നത് കിട്ട എന്നാണ്. അപ്പോൾ കിട്ടയുടെ നേതൃത്വത്തിൽ ആളുകൾ വഴി നടക്കാൻ തീരുമാനിച്ചപ്പോൾ അന്നത്തെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ കളക്ടർ മറ്റോ ആണ് 144 പ്രഖ്യാപിച്ചു. 144 ലംഘിച്ചുകൊണ്ട് അറസ്റ്റ് വരിക്കാൻ അവർ തയ്യാറായപ്പോൾ സഹോദരൻ അയ്യപ്പനടക്കമുള്ളവർ അറസ്റ്റ് വരിക്കരുത്, ലംഘിക്കരുത് എന്നൊക്കെ പറഞ്ഞെങ്കിലും അവർ അറസ്റ്റ് വരിക്കാൻ തയ്യാറായി. അന്ന് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ അന്ത്യശാസനമായി ഒരു ബുദ്ധി ചെയ്തു. ഈഴവ സമുദായത്തിൽ അന്നുണ്ടായിരുന്ന 4 ഉദ്യോഗസ്ഥന്മാർ മാത്രമാണ് പ്രമുഖ ഉദ്യോഗങ്ങളിൽ ഉണ്ടായിരുന്നത്, പോലീസ് ഓഫീസർമാരടക്കം. അവരെല്ലാം ജോലിയിൽ നിന്ന് പിരിച്ചുവിടും, നിങ്ങൾ ലംഘിച്ചാൽ 144 ലംഘിച്ചാൽ എന്നായി. അപ്പോൾ സ്വന്തം സമുദായത്തിലുള്ള ആകെ 4-5 പേരുള്ള ഉദ്യോഗത്തിലുള്ളവർക്ക് ജോലി നഷ്ടപ്പെടുന്നത് ഇവർക്ക് സഹിക്കാൻ കഴിയില്ല. ഇവരെന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ മതപരിവർത്തനം നടത്തി. അവർണരായ ഹിന്ദുക്കൾക്ക് വഴി നടക്കാൻ പാടില്ല എന്നേ ഉള്ളൂ, ക്രിസ്ത്യാനികൾക്ക് നടക്കാം, മുസ്ലിങ്ങൾക്ക് നടക്കാം. ചിലർ മുസ്ലിങ്ങളായി, ചിലർ ആര്യ സമാജത്തിൽ ചേർന്നു. കൃഷ്ണൻ എന്ന കിട്ട ക്രിസ്ത്യാനിയായി. അങ്ങനെ കൃഷ്ണൻ എന്ന കിട്ട ജോൺ കിട്ടയായി മാറി. പാലക്കാടിൻ്റെ ചരിത്രത്തിൽ നിന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി 1957 തെരഞ്ഞെടുപ്പിൽ വിജയിച്ചിട്ട് ഹരിപ്പാട്ട് വി രാമകൃഷ്ണയെ പിള്ളയെ പോലെ തന്നെ ചുവന്ന കൊടികെട്ടി EM ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെ ആദ്യത്തെ മന്ത്രിസഭയ്ക്ക് ഐക്യദാർഢ്യം രേഖപ്പെടുത്തി ഈ നിയമസഭയിലേക്ക് എത്തിയ 5 സ്വതന്ത്ര MLA-മാരിൽ ഒരാളാണ്. ചരിത്രം ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത, കൽപ്പാത്തിയിൽ സാധാരണക്കാർക്ക് വഴി തുറന്നു കൊടുക്കാൻ കാരണമായ, ഈ മതം മാറ്റം എന്ന അപകടമണത്ത് എല്ലാവർക്കുമായ വഴി തുറന്നു കൊടുക്കാൻ അന്നത്തെ സവർണ സമൂഹത്തിനെ തൻ്റെ പ്രവൃത്തിയിലൂടെ നിർബന്ധിതമാക്കിയ ജോൺ കിട്ട എന്ന കേരളത്തിൻ്റെ നവോത്ഥാന രംഗത്തെ ഏറ്റവും മഹാനായ ജനനായകനാണോ ശാന്തകുമാർ താങ്കളുടെ മനസ്സിൽ? അതെ സർ, ശരിയാണ്. താങ്ക് യു ശാന്തകുമാർ. ജോൺ കിട്ട കേരളത്തിലെ മുൻ നിയമസഭാംഗം. പാലക്കാട് കൽപ്പാത്തി പൊതുവഴിയിലൂടെ അവർണർക്ക് വഴി നടക്കാൻ വേണ്ടിയുള്ള സമരത്തിൽ മുഖ്യ പങ്ക് വഹിച്ച് മതം മാറിയ സ്വാതന്ത്ര്യ സമര സേനാനി. ഗാന്ധിയൻ രാഷ്ട്രീയത്തിൽ ആകൃഷ്ടനായി KPCCയിൽ ചേർന്ന് പ്രവർത്തിച്ചു. ഭൂപരിഷ്കരണ നിയമത്തിൽ കോൺഗ്രസ് എടുത്ത നിലപാടിൽ പ്രതിഷേധിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായും പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിന്തുണയോടെയും നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 1957 EMS ഗവൺമെന്റിന് പിന്തുണ നൽകിയ 5 സ്വതന്ത്ര നിയമസഭാംഗങ്ങളിൽ ഒരാളായിരുന്നു. ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ ആദ്യത്തെ ചോദ്യങ്ങളുടെ റൗണ്ടിലേക്ക് നെന്മാറയുടെ MLA-യോടൊപ്പം പ്രവേശിക്കുമ്പോൾ ഒരിക്കൽ കൂടി നിങ്ങളുടെ കൈകളുടെ വയലിൻ സംഗീതം യാഗം. ഇന്ത്യൻ? യെസ്. മലയാളി? യെസ്. പുരുഷൻ? അതെ. ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല. സാധാരണഗതിയിലാണോ മരിച്ചത്? അതെ. 2000-ന് ശേഷം? അല്ല. 1950-ന് ശേഷം? യെസ്. രാഷ്ട്രീയം, കലാ, സാഹിത്യം ഇതിലൊന്നാണോ പ്രധാനം? അതെ. രാഷ്ട്രീയം? അല്ല. സാഹിത്യം? യെസ്. 10 ചോദ്യങ്ങൾ യജ്ഞം. 1980-ന് ശേഷമാണോ മരിച്ചത്? അല്ല. അതിന് മുമ്പ് മരിച്ചു. ചെറുകഥയോ നോവലോ ആണോ സാർ പ്രധാനം?
അല്ല. കവിത? യെസ്. അദ്ദേഹം പാലക്കാട് അടങ്ങുന്ന മലബാർകാരനാണോ? അതെ. സർ, അങ്ങ് വിചാരിച്ച വ്യക്തി പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഒന്നിലാണോ ജനിച്ചത്? അല്ല. അല്ല. അങ്ങ് വിചാരിച്ച വ്യക്തി ജനിച്ച സ്ഥലത്തിന്റെ, ഗ്രാമത്തിന്റെ പേര് വെള്ളിക്കോത്ത് എന്നാണോ? അതെ. അങ്ങ് വിചാരിച്ച വ്യക്തി ഒരു ജീവിതം മുഴുവൻ ഒരു ചിര കാമുകനായിരുന്നു, നിരന്തര കാമുകനായിരുന്നു, ഒരുപാട് പേരുമായി പ്രണയമുണ്ടായിരുന്നുവെങ്കിലും അദ്ദേഹത്തിന്റെ ഏറ്റവും ആഴമുള്ള പ്രണയം നിളാനദിയുമായിരുന്നു സർ. യെസ്. മലയാളത്തിന്റെ പ്രിയങ്കരനായ കവി, കൽപ്പാന്ത സഞ്ചാരത്തിന്റെയും കൽപ്പാന്ത പ്രണയത്തിന്റെയും ഒക്കെ ഉടമയായ ശ്രീ മുരുകൻ കാട്ടാക്കട എന്റെ വേദിയിൽ അദ്ദേഹത്തിനൊക്കെ ഏറ്റവും പ്രിയമുള്ള കവികളുടെ കൂട്ടത്തിൽ ഏറ്റവും ഗരിമയുള്ള കവി, മഹാകവി എന്ന് നമുക്ക് മഹാകവി എന്ന് നമ്മൾ ജിയെ വിളിക്കാറുണ്ട്. മഹാകവി ജി എന്നാണ് പറയുന്നത്. നമ്മൾ MPFനെ മഹാകവി എന്ന് വിളിക്കാറുണ്ട്. മഹത്തായ കവിതകൾ എഴുതുന്നവരെയൊക്കെ മഹാന്മാരായ കവികളെയും നമ്മൾ മഹാകവി എന്ന് പറയാം. മഹാകാവ്യം എന്ന് പറയുന്നത് മറ്റൊന്നാണ്. പക്ഷേ താങ്കൾ വിചാരിച്ചയാൾ മഹാകവിയാണ് എന്നുള്ള കാര്യത്തിൽ മലയാള ഭാഷയിൽ ചിന്തിച്ച, സ്വപ്നം കണ്ട ഒരു മനുഷ്യനും സംശയമില്ല സർ. അങ്ങ് വിചാരിച്ചത് സാക്ഷാൽ പി കുഞ്ഞിരാമൻ നായരെയാണ് എങ്കിൽ. ആണോ സർ? യെസ്. ആണ്. താങ്ക് യു. പി കുഞ്ഞിരാമൻ നായർ, അധ്യാപകൻ, പത്രപ്രവർത്തകൻ, മലയാള ഭാഷയിലെ കാൽപ്പനിക കവികളിൽ പ്രമുഖൻ. കേരളത്തിന്റെ പ്രകൃതി സൗന്ദര്യം കവിതകളിൽ ആവാഹിച്ച കുഞ്ഞിരാമൻ നായർ തന്നെ പിന്തുടർന്ന അനേകം യുവകവികൾക്ക് പ്രചോദനമായിരുന്നു. പി എന്നും മഹാകവി പി എന്നും അദ്ദേഹം അറിയപ്പെടുന്നു. കാസർഗോഡ് സ്വദേശിയായ അദ്ദേഹം നിത്യസഞ്ചാരിയായിരുന്നു. നാടിന്റെ പച്ചപ്പ്, ക്ഷേത്രാന്തരീക്ഷം, ആചാരാനുഷ്ഠാനങ്ങൾ, ദേവതാ സങ്കല്പങ്ങൾ എന്നിവയുൾപ്പെടുന്ന കേരളീയതയുടെ നേർചിത്രങ്ങളാണ് പിയുടെ കവിതകൾ. 60-ലേറെ കൃതികൾ രചിച്ച മഹാകവി പി കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ നേടിയിട്ടുണ്ട്. റെഡി? റെഡി സർ. കണ്ടിട്ടുണ്ടോ ശ്വേതം? യെസ് യെസ് കണ്ടിട്ടുണ്ട്. ഇഷ്ടമാണ്? ഇഷ്ടമാണ്. ഇവർക്ക് നിങ്ങളെ ഇഷ്ടമാണോ എന്നറിയോ? ഈ ഓഡിയൻസിന് ദിവ്യ ഇഷ്ടമാണോ എന്നറിയാമോ? ഇഷ്ടപ്പെടുമെന്നാണ് വിശ്വാസം. ദാ കേട്ടോ, യാഗം. അപ്രൂവ് സർ. ദിവ്യ വിചാരിച്ച വ്യക്തി പുരുഷൻ? യെസ്. ജീവിച്ചിരിപ്പുണ്ടോ? നോ. ഇന്ത്യൻ? യെസ്. മലയാളി? നോ. സാധാരണഗതിയിൽ മരണം യാ യെസ്. ആണ്. 1950 ശേഷം മരണം? നോ. അതിന് മുമ്പ് മരിച്ചു. സൗത്ത് ഇന്ത്യൻ? നോ. 1900 ശേഷം മരണം? യെസ്. 1900-നും 1950-നും മധ്യത്തിൽ മരിച്ച ഭാരതീയൻ. രാഷ്ട്രീയം, കലാ, സാഹിത്യം ഇതിലൊന്നാണോ പ്രധാനം? നോ. അല്ല. സ്പോർട്സ്, സയൻസ് ഇതിലൊന്ന്? നോ. 10 ചോദ്യങ്ങൾ. യജ്ഞം. ദ പവർ ഓഫ് മൈൻഡ് എന്ന പുസ്തകം എഴുതിയത് അദ്ദേഹമാണോ? ചെക്ക് ചെയ്യണം. സംശയമുണ്ടോ? ഉണ്ട്. അവർക്ക് സംശയമുണ്ട്, ഇയാൾക്ക് സംശയം. എന്നാ ചോദ്യം പിൻവലിക്കാം. ആ ചോദ്യം പിൻവലിച്ചു തരാം. പകരം അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേര് വിശ്വനാഥൻ എന്നായിരുന്നു. ആണോ? ആണോ? അതെ അതെ. അയ്യോ, മേഖലയൊന്നും ചോദിച്ചില്ല. പക്ഷേ എന്തോ മനസ്സിൽ അങ്ങനെ ഒരു തോന്നൽ തോന്നി. അങ്ങനെയാണെങ്കിൽ ദ പവർ ഓഫ് മൈൻഡ് എഴുതിയ അദ്ദേഹമാണ് സർ. താങ്കൾ വിചാരിച്ച വ്യക്തിയുടെ പേര് എൻ എന്ന അക്ഷരത്തിലാണോ ആരംഭിക്കുന്നത്? എൻ ആണ്. ഞാൻ വരുന്നത് ഒഴിവാക്കുന്ന ഒരു രാജ്യത്തിൽ നിന്നല്ല. ഐ ബിലോങ് ടു എ കൾച്ചർ വിച്ച് include everything, which has inclusiveness as its religion. എല്ലാത്തിനെയും ഉൾക്കൊള്ളുവാൻ പഠിപ്പിച്ച ഒരു സംസ്കാരത്തിൽ നിന്നാണ് ഞാൻ വരുന്നത് എന്ന് നൂറ്റാണ്ടിന് മുൻപ് പറഞ്ഞ ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ നൂറ്റാണ്ടിന് മുമ്പ് അത് പറഞ്ഞപ്പോൾ അയാളുടെ രാജ്യത്തെ, നമ്മുടെ രാജ്യത്തെ ആ മനുഷ്യൻ ഉപമിച്ചത് അഗ്നിയോടാണ്. അഗ്നി എല്ലാവർക്കും പ്രിയപ്പെട്ടതാകുന്നതിന് കാരണം not because it helps us in cooking food, but because it invites all of us to sit together and enjoy the warmth on cool winter nights irrespective of caste, creed, color or religion എന്ന് പറഞ്ഞപ്പോഴാണ്.
വ്യത്യാസങ്ങൾ ഒന്നുമില്ലാതെ എല്ലാ മനുഷ്യരെയും ഒന്നായി ചൂടുകായാൻ പ്രേരിപ്പിക്കുന്ന അഗ്നിതുല്യമായ ഒരു രാജ്യത്തിൽ നിന്നാണ് ഞാൻ വരുന്നത് എന്ന് വർഷങ്ങൾക്ക് നൂറ്റാണ്ടിന് മുമ്പ് ചിക്കാഗോയിൽ വെച്ച് ഉജ്ജ്വലമായ പ്രഭാഷണത്തിലൂടെ അടയാളപ്പെടുത്തിയ നരേന്ദ്രനാഥ ദത്ത എന്ന പവർ ഓഫ് മൈൻഡ് അടക്കമുള്ള നിരവധി പുസ്തകങ്ങൾ എഴുതിയ ഉരുക്കു ഞരമ്പുകളും ഇരുമ്പ് പേശികളുമുള്ള മനുഷ്യരാകണം ഇന്ത്യക്കാരെന്ന് യുവാക്കളോട് വിശിഷ്യ. ലെറ്റ്സ് നോട്ട് ബി ഫ്രൈറ്റൻഡ് ബൈ ദ പപ്പീസ് ബാർക്സ്, നോട്ട് ഈവൻ ദ തണ്ടർബോൾട്സ് ഓഫ് ഹെവൻ ഷൽ ഫ്രൈറ്റൻ യു. യു ആർ ഇന്ത്യൻ യൂത്ത് വിത്ത് സ്റ്റീൽ നെർവ്സ് ആൻഡ് അയൺ മസിൽസ്. നായ്ക്കുട്ടികളുടെ ദീനരോധനം കേട്ട് അലോസരപ്പെടരുത്. ആകാശത്തിന്റെ മേഘകമാനങ്ങൾ പിളർന്ന് കടന്നു വരുന്ന ഇടിമിന്നലിന്റെ ശരശക്തിയുള്ള ശബ്ദം പോലും നിങ്ങളെ സ്പർശിക്കരുത്. ഉരുക്കുപേശികളും ഇരുമ്പ് ഞരമ്പുകളുമുള്ള യുവാക്കളാണ് ഇന്ത്യയിലേത് എന്ന് പറഞ്ഞ സ്വാമി വിവേകാനന്ദനാണ് താങ്കളുടെ മനസ്സിൽ Yes, ആണോ? sir. Yes. താങ്ക് യു. Thank you. സ്വാമി വിവേകാനന്ദൻ, ആത്മീയ ഗുരു, ചിന്തകൻ, ഇന്ത്യക്കകത്തും പുറത്തും തത്വശാസ്ത്രത്തിന്റെ ആധുനിക കാലത്തെ ഏറ്റവും ശക്തനായ വക്താവായി നിലകൊണ്ടു. ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ പ്രധാന ശിഷ്യനും രാമകൃഷ്ണ മഠം, രാമകൃഷ്ണ മിഷൻ എന്നിവയുടെ സ്ഥാപകനുമാണ്. ആശയസമ്പുഷ്ടമായ പ്രസംഗങ്ങൾ കൊണ്ടും ഭയരഹിതമായ പ്രബോധനങ്ങൾ കൊണ്ടും ലോകമെമ്പാടും അനുയായികളെ സൃഷ്ടിച്ചെടുക്കാൻ സ്വാമി വിവേകാനന്ദന് സാധിച്ചു. ഷിക്കാഗോ സർവമത സമ്മേളനത്തിന്റെ ഭാഗമായി ഇന്ത്യയെ പ്രതിനിധീകരിച്ച് നടത്തിയ അമേരിക്കയിലെ എന്റെ സഹോദരീ സഹോദരന്മാരെ എന്ന് തുടങ്ങുന്ന വിഖ്യാതമായ പ്രസംഗം വിവേകാനന്ദന് നല്ല പ്രസിദ്ധി നേടിക്കൊടുത്തു. 1894 അദ്ദേഹം ന്യൂയോർക്കിൽ വേദാന്ത സൊസൈറ്റി സ്ഥാപിച്ചു. മസ്തിഷ്കാഘാതത്തെ തുടർന്ന് തന്റെ 39-ാം വയസ്സിൽ അദ്ദേഹം സമാധിയായി. സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനമായ ജനുവരി 12 ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നു. ഹൈ, ഇരിക്കൂ. എന്ത് ചെയ്യുന്നു? ടീച്ചറാണ്. പാട്ട് പാടോ? കുറച്ച്. അപ്പൊ ഇനി വരുന്ന ഗാനമേളയ്ക്ക് മുമ്പ് നമുക്ക് 2 വരി ഹീരോ പാടിയിട്ട് തുടങ്ങിയാലോ? ഈശ്വര. പാടിക്കോ. അല്ല, മൊത്തത്തിൽ ടെൻഷൻ ഉണ്ട് മോത്തി ആളുകളെ കണ്ടപ്പോ. ഉണ്ടോ? 2 വരി ഒരു പാട്ട് പാടും. വെള്ളം കല്ലിൻ ചില്ലും കൂടുന്നുണ്ടാക്കാം, ഉള്ളിനുള്ളിൽ താലോലിക്കാമെന്നെന്നും എന്തേ തുള്ളാത്തു വാവേ വാവാച്ചി. തുടങ്ങാം. ആദ്യ 10 ചോദ്യങ്ങളുടെ മേഖലയിലേക്ക് ഈ പാട്ടുകാരിയെ നമുക്ക് സഹർഷം സ്വാഗതം ചെയ്യാം. യാഗം. പുരുഷൻ? നോ. അതാണ് വേണ്ടത്. ഞാൻ ആലോചിക്കുകയും ചെയ്തു, പങ്കെടുത്തവരൊക്കെ എല്ലാം പുരുഷന്മാരെ മാത്രമേ വിചാരിക്കാനുള്ളൂ എന്ന്. ലോകത്തിലെ ഏറ്റവും വലിയ അറിവ് പുസ്തകങ്ങളിൽ നിന്ന് ലഭിക്കുന്നതല്ല. ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം താജ്മഹലും പിസയിലെ ചരിഞ്ഞ ഗോപുരവും ചൈനയിലെ വൻമതിലും ഒന്നും അല്ലെന്നേ. അതൊക്കെ കൊള്ളാം, അത്ഭുതങ്ങളൊക്കെ തന്നെ. പക്ഷെ ഏറ്റവും വലിയ ലോകാത്ഭുതം ഏതെന്ന് ചോദിച്ചാൽ അത് സ്വശരീരത്തിൽ മറ്റൊരു മനുഷ്യജീവനെ കൂടി പേറാൻ കഴിയുന്ന സ്ത്രീ എന്ന വാക്കിനോളം പോകുന്ന മറ്റൊരു അത്ഭുതവും ഈ പ്രപഞ്ചത്തിലില്ല. അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീയെ വിചാരിച്ചു. വെരി ഗുഡ്. ജീവിച്ചിരിപ്പുണ്ടോ? നോ. സാധാരണഗതിയിലാണോ മരിച്ചത്? അതെ. ഇന്ത്യൻ? അതെ. 1950 ശേഷം മരണം? അതെ. 2000 ശേഷം മരണം. അതെ. മരിച്ചപ്പോൾ 50 വയസ്സിന് മുകളിൽ പ്രായം? യെസ്. സൗത്ത് ഇന്ത്യൻ യെസ്. ആണ്. മലയാളി? അതെ. എന്നിട്ടാണോ ഇന്ത്യൻ എന്ന് ചോദിച്ചപ്പോൾ സംശയം ചോദിച്ചു? സാധാരണഗതിയിൽ മരണത്തിലാണ് സംശയം ചോദിച്ചത്. അതെ. അതെ. രാഷ്ട്രീയം, കലാ, സാഹിത്യം? യെസ്. കാണുവാനിടിഞ്ഞൊരീ ഗോപുരം, വാവലുകൾ വീണു തൂങ്ങുന്ന തൃക്കോവിൽ, പേടൂന്നി നിൽക്കുന്ന കിഴവനരയാൽ, പായൽ മൂടിയ കുളം, മാറുപൊട്ടിയ ശിലാദീപധാരിണികൾ തൻ ശൂന്യഹസ്തം, അതിശാന്തമാം ഗാഠമൂകത തനിച്ചു ഞാൻ അത് നോക്കിയോർത്തു നിൽക്കുമ്പോൾ, ഉള്ളിൽ പൊടുന്നനയൊരാർദ്രമാം മണിയൊച്ച അല്ലിൽ തനിച്ചവിടെയാരോ എന്ന അമ്പലമണിയിലൂടെ എഴുതിയ ഒരാളാണോ? യെസ്. സുഗതകുമാരി ടീച്ചറിന്റെ പേരൊന്നും മനസ്സിൽ ഓർമ്മിക്കാതെ പിന്നെ എങ്ങനെയാണല്ലേ നിയമസഭാ പുസ്തകോത്സവത്തിൽ അശ്വമേധം? വെൽ ഡൺ, ഗുഡ്. താങ്ക് യു സർ. സുഗതകുമാരി മലയാളത്തിലെ പ്രശസ്തയായ കവയത്രി, സാമൂഹിക പരിസ്ഥിതി പ്രവർത്തക, കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യ ചെയർപേഴ്സൺ ആയിരുന്നു. പ്രകൃതി സംരക്ഷണ സമിതിയുടെയും അഗതികളായ വനിതകൾക്കും മാനസിക വൈകല്യമുള്ളവർക്കും ഡേ കെയർ സെന്ററായി പ്രവർത്തിക്കുന്ന അഭയ എന്ന സ്ഥാപനത്തിന്റെയും സ്ഥാപക സെക്രട്ടറിയാണ്. പത്മശ്രീ, കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ, എഴുത്തച്ഛൻ പുരസ്കാരം, ഓടക്കുഴൽ അവാർഡ്, വയലാർ അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. സേവ് സൈലന്റ് വാലി പ്രതിഷേധത്തിൽ വലിയ പങ്കുവഹിച്ച സുഗതകുമാരി 2020 ഡിസംബർ 23 മരണമടഞ്ഞു. അമ്പലമണി, രാത്രിമഴ, പാതിരാപ്പൂക്കൾ തുടങ്ങി നിരവധി കൃതികൾ രചിച്ചിട്ടുണ്ട്.
ജീവിച്ചിരിപ്പുണ്ടോ വിചാരിച്ചയാൾ? ഉണ്ട്. മലയാളി അല്ല. അല്ല. ഇന്ത്യൻ? അതെ. സൗത്ത് ഇന്ത്യൻ? അല്ല. അല്ല. 50 വയസ്സ് കഴിഞ്ഞോ? ഇല്ല. ഇല്ല. 50 വയസ്സ് കഴിഞ്ഞില്ല. സ്പോർട്സ് ആണോ? അല്ല. രാഷ്ട്രീയം, കല, സാഹിത്യം ഇതിലൊന്നാണോ? അതെ. രാഷ്ട്രീയം. പ്രായം പറഞ്ഞതിനകത്തൊരു ചെറിയ ഡിഫറൻസ് ഉണ്ട് കേട്ടോ. 50 കഴിഞ്ഞോ? എബോവ് 50 ഉള്ള ഒരാളാണോ? അല്ലെ എറൗണ്ട് 50 ആയിരിക്കും അല്ലേ? അതെ. എബവ് 50. എബോവ് 50. ബന്ധുക്കൾ ആരെങ്കിലും പ്രശസ്തരാണോ വിചാരിച്ച ആളിൻ്റെ? ആണ്. ആണ്. കേരളവുമായി എന്തെങ്കിലും വളരെ ശക്തമായ പൊതുരംഗ ബന്ധമുണ്ടോ? ഉണ്ട്. അദ്ദേഹത്തിൻ്റെ മാതാവിൻ്റെ ആദ്യത്തെ പേര്, ഇപ്പോഴത്തെ അല്ല, ആദ്യത്തെ പേര് ആന്റോണിയ മെയ്നാവോ എന്നായിരുന്നോ? അല്ല. അല്ല. അല്ല, ആണോ? ആ ചോദ്യം ഒന്നും കൂടി ഒന്ന്. അല്ല, മാതാവിന്റെ ആദ്യത്തെ പേര് ഇപ്പോഴുള്ള പേരല്ല. ആദ്യത്തെ ആണോ? ആണെങ്കിൽ ആണെന്ന് ജൂരി പറഞ്ഞാൽ മതി. ഓക്കെ, ആണ്. അമ്മ ആന്റോണിയോ മെയ്നാവോ എന്നത് ശ്രീമതി സോണിയാഗാന്ധിയുടെ പഴയ പേരാണ്. രാഹുൽ ഗാന്ധിയാണോ മനസ്സിൽ? ശ്രീ രാഹുൽ ഗാന്ധിയാണോ മനസ്സിൽ? അല്ല. അല്ല. അപ്പൊ എന്നെ പറ്റിച്ചതാണ്. രാഷ്ട്രീയമാണ് പ്രധാനം. ആണ്. പുരുഷനാണെന്നല്ലേ പറഞ്ഞത് അമ്മ? ഇല്ല, എന്നോട് ചോദിച്ചില്ല. ചോദിച്ചില്ല. ചോദ്യം വന്നിട്ടുണ്ടായി. അപ്പൊ ശ്രീമതി പ്രിയങ്ക ഗാന്ധി. അത് കൊള്ളാം കേട്ടോ. ഞാൻ ചോദിച്ചില്ലേ പുരുഷനാണ്? എന്നോട് ചോദിച്ചില്ല. അത് ശരി. പ്രിയങ്ക ഗാന്ധി ഇന്ത്യൻ രാഷ്ട്രീയ നേതാവ്, ലോകസഭാ MP, മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെയും കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയുടെയും മകളാണ്. രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ ട്രസ്റ്റിയായി സേവനം ചെയ്തു വരുന്നതിനോടൊപ്പം 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 4,10,913 വോട്ടുകൾക്ക് സഹോദരൻ രാഹുൽ ഗാന്ധിയുടെ ലോക്സഭാ ഭൂരിപക്ഷത്തെ മറികടന്ന് വയനാട് ലോക്സഭാ MP ആയി. ആദ്യത്തെ ആൾ ശ്രീവിദ്യ. മോൻ്റെ പേര് മുകുന്ദ് എന്നല്ലേ പറഞ്ഞത്? അപ്പൊ ശ്രീവിദ്യ, മുകുന്ദ്. യെസ് നോ മാത്രം പറയണേ. അപ്പൊ തുടങ്ങാം. ഇക്കുറി നിങ്ങളുടെ വലിയ കയ്യടി വേണ്ടി വരും. കാരണം ഇത് യാഗമാണ്, വെറും യാഗമല്ല. അനന്തവിശാലമായ നീലാകാശത്തിൽ 15ാമത്തെ വയസ്സിൽ റേഡിയോയിൽ പറഞ്ഞിരുന്ന പരിപാടി നിർത്താതെ സംസാരിക്കലാണ്. ഇപ്പൊ പറ്റില്ല, അന്നത്തെ പ്രായത്തിൽ പറ്റിയിരുന്നതാണ്. അതിങ്ങനെയാണ് ഏറെക്കുറെ. ഈ പെട്ടെന്ന് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അതിനെക്കുറിച്ച് ഈ പറഞ്ഞ വാക്കുകളൊന്നും ആവർത്തിക്കാതെ വേഗത്തിൽ പറയണം. എങ്ങനെയെന്ന് വെച്ചാൽ ഈ അനന്തവിശാലമായ നീലാകാശത്തിന് കീഴിൽ ഭാരത സാമ്രാജ്യത്തിന്റെ തെക്ക് പടിഞ്ഞാറരികിൽ ഒരു സുന്ദരിയുടെ സൗന്ദര്യം മറുകുപോലെ വിലസുന്ന കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്തെ നിയമസഭയിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ തഴിച്ചുകൂടിയിരിക്കുന്ന ഈ ജനങ്ങളുടെ മുന്നിൽ അന്തർദേശീയ നിയമസഭാ പുസ്തകോത്സവത്തിന്റെ ഭാഗമായി നടക്കുന്ന ഈണം എന്ന കലാവിരുന്നിന്റെ ആദ്യ റൗണ്ടായി അശ്വമേധം അവതരിപ്പിച്ച് വിടപറയുന്നതിന് മുൻപ് രണ്ടുപേരോട് ഒരുമിച്ച് മത്സരിക്കുവാൻ കഴിയുന്ന ഈ മുഹൂർത്തത്തിൽ ജീവിതത്തിന്റെ വൈയക്തികാനുഭവങ്ങളുടെ ആഴക്കയങ്ങളിൽ ആണ്ടുമുങ്ങി കക്കുടന്തയിൽ മുത്തുകൾ വാരി സുജേതസ്സുകളാക്കി മാറ്റി നിങ്ങളുടെ കൈകൾ പകരുന്ന സംഗീതം പ്രതീക്ഷിച്ചുകൊണ്ട് യാഗം, യാഗം, സ്നേഹയാഗം. ശ്രീവിദ്യ ഇന്ത്യൻ? അതെ. നോ. പുരുഷൻ? അതെ. യെസ്. ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല. യെസ്. 50 വയസ്സിന് മുകളിൽ പ്രായം? അതെ. 1950 ശേഷം മരണം? സോറി, 1950 ശേഷം മരണം? അതെ. അതെ. 50 വയസ്സിന് മുകളിൽ പ്രായം? അറിയില്ല. 50 വയസ്സിന് മുകളിൽ പ്രായം ഉണ്ടോ സർ? നോ. ഇല്ല. മലയാളി? അതെ. യൂറോപ്യൻ? ഉറപ്പില്ല. യെസ്. രാഷ്ട്രീയം, കലാ, സാഹിത്യം? അതെ. രാഷ്ട്രീയം? അതെ. USSR, പഴയ USSR അല്ലെങ്കിൽ റഷ്യ, USSRന്റെ ഭാഗമായ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ? നോ. മന്ത്രിയായിട്ടുണ്ടോ? വസിയ മിനിസ്റ്റർ? ഇല്ല. മോനോടുള്ള ചോദ്യം. അദ്ദേഹം മോൻ വിചാരിച്ചാൽ ഇപ്പോൾ നിലവിൽ ഒരു എന്താ പറയുക മൾട്ടി മില്യനെയർ ആണോ? യെസ്. 10ാമത്തെ ചോദ്യം. MLA ആയിട്ടുണ്ടോ? അതെ. ഉണ്ട്. ഹംഗറി, ബെൽജിയം, സ്വീഡൻ, സ്പെയിൻ, നെതർലാൻഡ്സ് ഇതിലൊന്നാണോ രാജ്യം? നോ. 10 ചോദ്യങ്ങൾ. യജ്ഞം, യജ്ഞം, യജ്ഞം.
തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ. അതെ. രാഷ്ട്രീയം, കല, സാഹിത്യം, മതപരം, ആത്മീയം, സാമൂഹ്യ പ്രവർത്തനം ഇതിലൊന്നാണോ പ്രധാന പ്രശസ്തി? No. തിരുവനന്തപുരം, കൊല്ലം അല്ല. അല്ല. മോനോടുള്ള ചോദ്യം, ഉദ്യോഗം, ബിസിനസ്, പ്രൊഫഷണൽ എന്നിവയിലൊന്നാണോ പ്രധാന പ്രശസ്തി? Professional. ആണ്. ആണ് സർ. ഒരു മേഖല. ഡോക്ടർ, എഞ്ചിനീയർ അല്ല, അത് ആ മേഖല അത് പറയാൻ ഒരിക്കലും സാധിക്കില്ല. സാധിക്കില്ല. ശരി. 13ാമത്തെ ചോദ്യം, തിരുവനന്തപുരം, കൊല്ലം അല്ല എന്ന് പറഞ്ഞു. ഇവിടെയാണ് പ്രശ്നം. ഓക്കെ. പത്തനംതിട്ട അല്ല. അല്ല. ഉഫ്. പെട്ടെന്ന് കെ നായരൊക്കെ മനസ്സിൽ കയറി വന്നു. മോനോടുള്ള ചോദ്യം, സ്പേസ് ആണോ, ബഹിരാകാശ മേഖലയാണോ പ്രധാനം? No. അല്ല. 14ാമത്തെ ചോദ്യം ശ്രീവിദ്യയോട്. പക്ഷേ മോർ ദാൻ എനിത്തിങ്, മോർ ദാൻ എൻ MLA, MLAയേക്കാൾ മുകളിലുള്ള ഒരു സ്ഥാനം അലങ്കരിച്ചിട്ടുണ്ടോ? അതെ. ഉണ്ട്. മോനോടുള്ള ചോദ്യം, മോൻ വിചാരിച്ച വ്യക്തിയുടെ പ്രധാന പ്രശസ്തി ബന്ധുത്വം വഴിയാണോ? അറിഞ്ഞൂടാ. ആണോ? നോ. ശ്രീവിദ്യ വിചാരിച്ച ആളിലേക്ക് എൻ്റെ മനസ്സൊരു ചെറിയൊരു തോന്നൽ തോന്നി. അതൊന്ന് കൺഫേം ചെയ്യാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. കേരളത്തിൻ്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രി പ്രതിനിധീകരിക്കുന്ന മണ്ഡലത്തിൻ്റെ ആദ്യത്തെ MLA ആയിരുന്നു താങ്കൾ വിചാരിച്ചയാൾ? അതെ. മോനോടുള്ള ചോദ്യം ചോദിക്കട്ടെ. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന് 2000-ഓളം ആണ്ടുകൾക്ക് മുൻപ് അരുളി ചെയ്ത മഹാനായ ദൈവപുത്രന്റെ പേരിനെ മോൻ വിചാരിച്ച ആളിന്റെ പേര് റിമൈൻഡ് ചെയ്യുന്നുണ്ടോ, അനുസ്മരിപ്പിക്കുന്നുണ്ടോ? No. No. ഉണ്ടോ ജൂറി? ഉണ്ട്. താങ്ക് യു. മോൻ വിചാരിച്ച പേരിന്റെ ആദ്യത്തെ 5 അക്ഷരങ്ങളാണ് 2000 വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ച ആ മഹാനായ ദൈവപുത്രന്റെ പേര്, അല്ലെങ്കിൽ അറിയപ്പെടുന്നത് അല്ലേ? അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഇപ്പൊ ക്ലിയർ ആയോ? രണ്ടുത്തരങ്ങളും കണ്ടെത്താൻ കഴിഞ്ഞു എന്നെൻ്റെ വിശ്വാസം ശരിയാണെന്ന് ഉറപ്പില്ല എങ്കിൽ പോലും അവനോട് ഞാൻ ചോദിച്ചത് രാഷ്ട്രീയം, കല, സാഹിത്യം, മതപരം, ആത്മീയം, സാമൂഹ്യ പ്രവർത്തനം, ബിസിനസ്, ഉദ്യോഗം, പ്രൊഫഷണൽ, ബന്ധുത്വം വഴിയുള്ള പ്രശസ്തി എന്നൊക്കെ ചോദിച്ചപ്പോഴും ഒരു 10-12 വയസ്സ് അല്ലെങ്കിൽ 15 വയസ്സിന് താഴെ പ്രായമുള്ള ഒരു കുട്ടിയുടെ മനസ്സിൽ ആദ്യം ഓടി കടന്നു വരേണ്ട മേഖലയായ കായിക രംഗം ബോധപൂർവം ചോദിക്കാതെ ഞാൻ ഒഴിവാക്കിയത് അവൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന ആദ്യത്തെ യൂറോപ്യൻ്റെ പേര് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നാകും എന്ന പ്രതീക്ഷ കൊണ്ടാണ്. ആണോ മോനെ? Yes. ക്രിസ്ത്യാനോ റൊണാൾഡോ പോർച്ചുഗീസ് ഇതിഹാസ ഫുട്ബോൾ താരം. നിലവിൽ പോർച്ചുഗൽ ദേശീയ ടീമിനു വേണ്ടിയും സൗദി ക്ലബ്ബായ അൽ നാസറിനു വേണ്ടിയും കളിക്കുന്ന റൊണാൾഡോ ലോകത്തിലെ എക്കാലത്തെയും മികച്ച ഫുട്ബോൾ കളിക്കാരിൽ ഒരാളാണ്. സ്പോർട്ടിംഗ്, മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, റയൽ മാഡ്രിഡ്, യുവൻസ് തുടങ്ങിയ ക്ലബ്ബുകൾക്ക് വേണ്ടിയും കളിച്ചിരുന്നു. സ്വന്തം രാജ്യത്തിനു വേണ്ടി ഏറ്റവും കൂടുതൽ ഗോളുകൾ സ്കോർ ചെയ്ത ഫുട്ബോളേഴ്സിന്റെ പട്ടികയിൽ 1-ാം സ്ഥാനത്തുള്ള താരമാണ്. 2016 മുതൽ 2019 വരെ ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായ അത്ലറ്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഫോബ്സ് മാഗസിൻ എൻലിസ്റ്റ് ചെയ്ത ലോകത്തെ സ്വാധീനിക്കുന്ന 100 പേരുടെ പട്ടികയിൽ ഉൾപ്പെടുന്ന കായിക താരങ്ങളിൽ ഒരാളാണ്. സ്വന്തം കരിയറിൽ $1 ബില്യൺ സമ്പാദിക്കുന്ന ആദ്യത്തെ ഫുട്ബോൾ കളിക്കാരനും 3ാമത്തെ കായിക താരവുമാണ് റൊണാൾഡോ. ആൻഡ് ശ്രീവിദ്യ, യു ഡിസർവ് എ ബിഗ് ഹാൻഡ്. ശ്രീവിദ്യ വിചാരിച്ചത് ആണ് വിചാരം. അത് ശ്രീവിദ്യ വിചാരിച്ചതിനെ കുറിച്ച് ഈ തിരുവള്ളുവര് കർക്ക കസടറ കർപ്പവൈ കട്രബൈൻ നിർക്ക അതർഗ തക എന്ന് പറയുന്നതിന് അർത്ഥം തന്നെ എന്താണോ, എവിടെയാണോ, അല്ലെങ്കിൽ അറിഞ്ഞത് എന്താണോ അത് അറിയുക, അതിൽ കൂടുതൽ അറിയുക എന്നൊക്കെ പറയും. ബി യുവർ സെൽഫ് ആൻഡ് എവറിത്തിങ് എൽസ് വിൽ ഫോളോ എന്ന് ഇംഗ്ലീഷിൽ. നീ നിന്നെ അറിയുക എന്ന് പറയുമ്പോൾ, നിന്നെ അറിയുക എന്നൊക്കെ പറയുന്നത് പ്രയാസമാണെങ്കിലും നമ്മൾ എവിടെയാണ് എന്നറിയണം. നമ്മൾ എവിടെയാണ് എന്നറിയുമ്പോൾ കേരളത്തിലാണെന്ന് പറഞ്ഞാൽ പോരാ, തിരുവനന്തപുരത്താണെന്ന് പറഞ്ഞാലും പോരാ, അത് പാളയത്താണെന്ന് പറഞ്ഞാലും പോരാ, നിയമസഭയിലാണെന്ന് പറഞ്ഞാലും പോരാ, നിയമസഭയ്ക്കകത്ത് പുസ്തകോത്സവത്തിൻ്റെ ഉദ്ഘാടന വേദിയിലാണെന്ന് പറഞ്ഞാലും പോരാ, ശ്രീ ഹരീന്ദ്രൻ MLAയുടെയും സ്പീക്കറുടെയും TVRൻ്റെയും ഒക്കെ മുമ്പ്, TV രേഷൻ്റെ ഇവരുടെയൊക്കെ മുമ്പിലാണെന്ന് പറഞ്ഞാലും പോരാ, മറിച്ച് ഇവരെല്ലാം ഇരിപ്പുള്ള ഞാനും നിങ്ങളും എവിടെയാണെന്ന് ചോദിച്ചാൽ എനിക്കൊരു ഉത്തരമേ പറയാൻ കഴിയൂ. ആ ഉത്തരം ആദ്യമായി
സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ ഇപ്പോൾ പ്രതിനിധീകരിക്കുന്ന ചെങ്ങന്നൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അദ്ദേഹം ആ 5 പേരുടെ കൂട്ടത്തിൽപ്പെട്ട് നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട് അതിനോടൊപ്പം തന്നെ കേരളത്തിൻ്റെ നിയമസഭയുടെ ചരിത്രത്തിലെ ആദ്യത്തെ സ്പീക്കറായി മാറി നമ്മൾ ഈ ഇരിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ശങ്കരനാരായണൻ തമ്പി ഹാളാണെന്ന് ഉത്തരം പറയാൻ കഴിയുന്ന ശങ്കരനാരായണൻ തമ്പി, ശ്രീ ആർ ശങ്കരനാരായണൻ തമ്പിയാണോ മനസ്സിൽ? അതെ. താങ്ക് യു. ആർ ശങ്കരനാരായണൻ തമ്പി, അഭിഭാഷകൻ, സ്വാതന്ത്ര്യ സമരസേനാനി, കേരള നിയമസഭയിലെ ആദ്യ സ്പീക്കർ, 1ാം കേരള നിയമസഭയിൽ CPIയുടെ പ്രതിനിധിയായി ചെങ്ങന്നൂർ നിയോജക മണ്ഡലത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടു. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ യുവജന സംഘടനയായ ഓൾ ട്രാവൻകൂർ യൂത്ത് ലീഗിലൂടെ 1938 രാഷ്ട്രീയ പ്രവേശനം. നിരവധി തവണ ജയിൽവാസം അനുഷ്ഠിച്ച ഇദ്ദേഹം 1947 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി. 1972 കേരള സംസ്ഥാന സർവീസ് റൂൾസ് റിവിഷൻ കമ്മിറ്റിയുടെ ചെയർമാനായും ഇദ്ദേഹം പ്രവർത്തിച്ചു. 1944 മുതൽ 1947 വരെ ശ്രീമൂലം അസംബ്ലിയിലും 1954 തിരുക്കൊച്ചി നിയമസഭയിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഇത്രയും നേരം ഈ വൈജ്ഞാനിക യാത്രയിൽ ഒപ്പമുണ്ടായതിന് നിങ്ങളോട് നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം ആദ്യം ഇൻട്രൊഡക്ഷനിൽ വയലാറിൻ്റെ കവിതകൾ പറഞ്ഞതല്ലേ എനിക്ക് പറഞ്ഞു പിരിയാനുള്ളൂ. വിശ്വസംസ്കാര വേദിയിൽ പുത്തനാം അശ്വമേധം നടത്തുകയാണു ഞാൻ. ഈശ്വരനല്ല, മാന്ത്രികനല്ല, പച്ചമണ്ണിൻ മനുഷ്യത്വമാണ് ഞാൻ. ശുഭരാത്രി. നിങ്ങൾക്കും അശ്വമേധത്തിൽ പങ്കെടുക്കാം. ബയോഡേറ്റ അയക്കേണ്ട വിലാസം ashwamedham@kairalitv.in.